ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ എപ്പിസോഡുകളിൽ ഒന്നിൽ ഒരു നോമിനേഷൻ ആക്ട് കഴിഞ്ഞതിന് ശേഷം ആദിലയും നൂറയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അക്ബർ ആദിലയും നൂറയും നോമിനേറ്റ് ചെയ്തു. അവരുടെ പ്രശ്നം അക്ബർ നമ്മളെ രണ്ടുപേരെയും നോമിനേറ്റ് ചെയ്തു എന്നുള്ളതല്ല. അനുമോൾ ഇത്രയൊക്കെ മോശമായി സംസാരിച്ചിട്ടും അനുമോളെ നോമിനേറ്റ് ചെയ്യാതെ നമ്മളെ രണ്ടുപേരെയും നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അനുമോളുടെ പ്രിയംവദയും അനസൂയയുമായി നടക്കുന്ന ആദിലയും നൂറയും, ഷാനവാസക്കയുടെ വെണ്ണില കൊമ്പിലെ രാപ്പാടികൾ, അവർ ആ ഒരു ക്യാരക്ടറിലാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അനുമോളെ നോമിനേറ്റ് ചെയ്യാതെ എന്നെ നോമിനേറ്റ് ചെയ്തല്ലോ എന്ന ദുഃഖം പങ്കുവെക്കാൻ പറ്റുക? ഞങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതും അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നതും ഒരുപോലൊരു കുറ്റകരമായിട്ട് അവർ കാണേണ്ടതല്ലേ? അവിടെ മുതൽ അങ്ങോട്ടേക്ക് നമ്മൾ ശരിക്കും തിരിച്ചൊന്ന് ചിന്തിച്ചു. ഈ എൻറ്റയർ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ ഓരോ എപ്പിസോഡുകളിലെയും ആദിലയും നൂറയും ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ശരിക്കും ഇരുത്തി ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോൾ അനുമോൾക്കും ഷാനവാസിനും അവരുടെ PR-നും ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന ആദിലയും നൂറയും നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പക്ഷേ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് PR-നെ കുറിച്ചൊന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. PR ഏജൻസികൾ എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് അവർക്ക് കൂടി ഗുണകരമാവുന്ന രീതിയിൽ എത്തിക്കേണ്ടവരാണ്. പക്ഷേ ഇപ്പോൾ ഒരാളെ പോസിറ്റീവായി കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, ബാക്കിയുള്ളവരെ നെഗറ്റീവായി കാണിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം കൂടി PR ഏജൻസികൾ ഏറ്റെടുത്ത് സ്വയമേവ നടപ്പിലാക്കുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിനകത്ത് പല കണ്ടസ്റ്റൻസും കാണിക്കുന്ന വൃത്തികേടുകളെ പുറത്ത് വെളുപ്പിച്ചെടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയും അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ PR ഏജൻസികളെല്ലാം ഗ്രാൻഡ് ഫിനാലെ വരെയുള്ളൂ. അതായത് ഇവർ കപ്പ് ഉയർത്തുന്ന മൊമെൻറ്റ് വരെ മാത്രമാണ് ഈ PR ഏജൻസികൾ ഈ ആളുകൾക്കൊപ്പം ഉണ്ടാവുക. ഫിനാലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ PR ഏജൻസി ഇല്ല, ഒരു പരിപാടിയുമില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന സമയത്ത് അവർ കാണിക്കുന്ന വൃത്തികേടുകൾ മുഴുവൻ PR ഏജൻസികൾ പരമാവധി നീറ്റാക്കി മാറ്റി കൊടുക്കും. ബാക്കിയുള്ളവരുടെ വൃത്തികേടുകൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഇവർ നല്ല മനുഷ്യരാണ് എന്ന് പറയുന്ന ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ ഫിനാലെ കഴിയുമ്പോൾ ഇത് ഉണ്ടാവില്ല. സ്വാഭാവികമായും ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവർ മുൻപ് ചെയ്തിട്ടുള്ള വൃത്തികേടുകളും പിന്നീട് പുറത്തിറങ്ങിയതിന് ശേഷം പറയുന്ന വൃത്തികേടുകളും ഒക്കെ വളരെയധികം ചർച്ചയായി മാറും. ഒരു ഗ്രാൻഡ് ഫിനാലെ ഉദാഹരണം എന്ന് പറയാൻ പറ്റുന്നത് ജിൻഡോ ആണ്. ജിൻഡോ ബിഗ് ബോസ് ഹൗസിലെ വിന്നറായിട്ട് പുറത്തിറങ്ങുന്നു. ഗ്രാൻഡ് ഫിനാലെ വരെ ജിൻഡോയെക്കുറിച്ച് മോശമായ ഒരു കമൻറ്റ് പോലും നമുക്ക് എവിടെയും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറിയാണ്, പച്ചത്തെറി വിളിച്ച് നമ്മളെ മാക്സിമം ആക്രമിച്ച് നമ്മളെ കൊണ്ട് ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ച് ആ രീതിയിൽ ജിൻഡോയെ PR-കാർ തുണച്ചിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് ഹൗസിലെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ജിൻഡോയെ കാത്തിരിക്കുന്നത് ഈ PR-കൾ ഇല്ലാത്തൊരു ലോകമായിരുന്നു. അതുകൊണ്ട് എന്താണ്, ജിൻഡോ പങ്കെടുക്കുന്ന പരിപാടികളെക്കുറിച്ചും പുള്ളി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെക്കുറിച്ചും ഒക്കെയുള്ള റീലുകളുടെ താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ ഇവനെയൊക്കെ ആരാണ് ബിഗ് ബോസിൽ വിന്നറാക്കിയത് എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് അയാൾ ചെയ്ത ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതേസമയം ബിഗ് ബോസിലെ വിന്നേഴ്സ് ആയിട്ടുള്ള സാബുമോൻ, അഖിൽ മാരാർ തുടങ്ങിയിട്ടുള്ള ആളുകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുമ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ പുറത്തിറങ്ങിയതിന് ശേഷവും അവരുടെ പേര് മോശമാക്കിയിട്ടില്ല. അതിൻ്റെ ഒരു വലിയ കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞ് അവർക്ക് അവരുടെ കാര്യം സ്വയം സംസാരിക്കാൻ അറിയാം എന്നുള്ളതും ഒരു PR ഏജൻസിയുടെ സപ്പോർട്ട് ഇല്ലാതെയും അവരുടെ പേര് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതുമാണ്. ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുമ്പോൾ അവർക്ക് PR ഏജൻസിയുടെ സപ്പോർട്ട് ആവശ്യമായിരിക്കും. കാരണം അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ലാതെ അത് മാനേജ് ചെയ്യാൻ പറ്റും. അതിനർത്ഥം ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല. ഇതാണ് PR ഏജൻസികളുടെ ഒരു വസ്തുത. എന്നാൽ അതേസമയം ബിഗ് ബോസ് ഹൗസിനകത്ത് ഏറ്റവും അധികം അറ്റാക്ക് നേരിട്ടിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ കണ്ടസ്റ്റൻസായി തുടരുന്ന സമയത്ത് പുറത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേടിയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ആര്യ ബഡായി, മഞ്ജു പത്രോസ് തുടങ്ങിയിട്ടുള്ള ആളുകൾ എടുത്തു നോക്കിയാൽ അവർ ഈ പറയുന്ന ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് ഇനോഗ്രേഷൻ പരിപാടികൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ 1-2 അവസരങ്ങൾ അവർക്ക് ചിലപ്പോൾ കുറഞ്ഞു വന്നിരിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ അവരുടെ ഒരു കരിയർ എടുത്തു നോക്കൂ. അവർ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് വരുന്ന കമൻറ്റ് ബോക്സുകളെ നിങ്ങൾ എടുത്തു നോക്കൂ. അവർക്ക് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അറ്റാക്ക് കുറവാണ്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുമ്പോൾ കുറച്ച് PR ഏജൻസികളെ വെച്ച് നിങ്ങളുടെ ആക്ടുകളെയൊക്കെ പോസിറ്റീവായി കാണിച്ച് നിങ്ങൾക്ക് നല്ല പേര് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ PR ഏജൻസികളുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നെഗറ്റീവ് ആവും. എന്നാൽ അതേസമയം അകത്ത് നിൽക്കുന്ന സമയത്ത് നെഗറ്റീവായിരുന്ന പല ആളുകളും പുറത്തിറങ്ങുമ്പോൾ പോസിറ്റീവായി മാറുകയും ചെയ്യും. ഇപ്പോൾ മാന്യമായി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർ നോക്കുമ്പോൾ ഈ PR ഏജൻസികൾ ഫ്രണ്ടിൽ നിന്ന് ഈ പച്ചത്തറി വിളിക്കുന്നതുകൊണ്ട് അവർക്ക് പറയാനുള്ള പല കാര്യങ്ങളും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ രോഷം അങ്ങോട്ട് അടങ്ങുമായിരിക്കും. ഇപ്പോൾ അനുമോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വൃത്തികേടിൻ്റെ കാര്യം എടുത്ത് നോക്കാം. പുറത്ത് 1-2 കമൻറ്റുകൾ ഇട്ട് കഴിയുമ്പോഴേക്കും രോഷം അടങ്ങുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ PR ഏജൻസികൾ ഇങ്ങനെ മല പോലെ നിൽക്കുന്നതുകൊണ്ട് എവിടെയും ഒരു കമൻറ്റ് ധൈര്യമായിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും അവരത് ഹോൾഡ് ചെയ്ത് വെക്കും. ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് PR-ൻ്റെ പണിക്ക് പോയി കഴിയുമ്പോൾ ഈ കമൻറ്റുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഇതൊരു അറ്റാക്കായിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയെന്ന് വരും. PR ഏജൻസി കൊണ്ട് നിങ്ങൾക്ക് ബിഗ് ബോസ് ജയിക്കാൻ പറ്റും, പക്ഷേ ആളുകളുടെ ഹൃദയത്തിലുള്ള അവർക്ക് പുറത്തേക്ക് പറയാനുള്ള കാര്യങ്ങളെ എല്ലാ കാലവും മൂടി വെക്കാനൊന്നും പറ്റില്ല. ഇത്തവണത്തെ
ബിഗ് ബോസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് നേരിടുന്നതായി കാണാൻ പോകുന്നത് ഉറപ്പായും അനുമോൾക്കെതിരെ ആയിരിക്കും. കാരണം ഇപ്പോൾ അനുമോൾക്കെതിരെ ഒരു നെഗറ്റീവ് കമൻറ്റൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടുക എന്ന് പറയുമ്പോഴേക്കും PR ഓടി വരും, ഭയങ്കര ബഹളവും ചീത്തവിളിയും ഒക്കെ ആയിരിക്കും. പക്ഷേ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ കമൻറ്റുകളൊക്കെ നമുക്ക് യഥേഷ്ടം ഇടാം എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആളുകളൊക്കെ അതിനെ വിമർശിക്കും. അനുമോൾ പിന്നീട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളെയും വിമർശിച്ചുകൊണ്ട് ആളുകൾ വരും. ഇതങ്ങനെ ഒരു ഫ്ലോയിൽ പോകും. അല്ലെങ്കിൽ അനുമോൾ ആജീവനാന്ത ആ PR അതുപോലെ നിലനിർത്തേണ്ടി വരും. പക്ഷേ അനുമോൾ മാത്രമാണോ ആ ചീത്തവിളി അർഹിക്കുന്നുണ്ടാവുക? അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഇമേജ് മാറുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരിക? ഒരുപക്ഷെ അനുമോളുടെ ഇമേജിനെ, അനുമോളുടെ ഭാഗത്തുള്ള തെറ്റുകളെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നാൽ അനുമോളുടെ PR എല്ലാ സപ്പോർട്ടും വാങ്ങിക്കൊണ്ട് അവിടെ നിലനിന്ന് പോകുന്ന 2 പേരെ നമ്മൾ മറക്കാൻ പാടില്ല. അത് ആദിലയും നൂറയുമാണ്. ഒരുപക്ഷെ ഷാനവാസിനെ സംബന്ധിച്ചും ഇപ്പോൾ ആരോഗ്യപരമായ ഇഷ്യൂസ് കൊണ്ട് അയാൾ ഗെയിമിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഷാനവാസിനും ഇതുപോലൊരു അറ്റാക്ക് നേരിടേണ്ടതായിട്ട് വരും. അപ്പോഴും അവിടെ സംരക്ഷിക്കപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് ആദില നൂറമാരാണ്. എന്നാൽ അവരത് അർഹിക്കുന്നുണ്ടോ? ആക്ച്വലി ശരിക്കും നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഗ്രാൻഡ് ഫിനാലേക്ക് അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന് 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ആദില നൂറ അവരൊരു ടീമെന്ന് വിളിച്ചാലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്ലെയേഴ്സ് എന്ന് വിളിച്ചാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ആദിലയും നൂറയും അവർ 2 പേരും കൂടി ഒപ്പിച്ചു വെക്കുന്ന അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളൊരു എപ്പിസോഡ് അനാലിസിസ് എന്നുള്ളതിനും അപ്പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം, ഈ ഒരു ആംഗിളിൽ ആരും ഇതിനെ ഡീൽ ചെയ്യുന്നില്ല. എസ്പെഷ്യലി അനുമോളുടെയും ഷാനവാസിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ PR ഏജൻസികളൊക്കെ ഇങ്ങനെ നിന്ന് പലതരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷാഡോ പോലെ എന്നാൽ ബാക്കിയുള്ളവർക്ക് പരമാവധി ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ട് ഗ്രാൻഡ് ഫിനാലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ആദിലയും നൂറയും. ആ ഒരു ആംഗിളിൽ നമ്മളിതിനെ നോക്കി കണ്ടേ പറ്റുള്ളൂ. നമ്മളെല്ലാവരുടെയും ഗെയിമിനെ പല പെർസ്പെക്റ്റീവിൽ നോക്കി കാണുമ്പോൾ ഇവരുടെ ഗെയിമിനെയും എല്ലാ പെർസ്പെക്റ്റീവിലും നോക്കി കാണേണ്ടതാണ്. മൂന്നാമത്തെ കാരണം, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്നുണ്ടാവും. എന്നാൽ പോലും ഒരുപാട് പേഴ്സണൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവരിരുവരുടെയും ആക്ടിവിറ്റികൾ ഒരു കമ്മ്യൂണിറ്റിയെ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. LGBTQ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള പല ആളുകളും നമുക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അവരിപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം സ്ട്രാറ്റജി എന്നൊക്കെ വേണമെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർക്ക് വിളിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്വഭാവങ്ങളോടുകൂടി ചേർത്തിട്ടാണ് പൊതുജനങ്ങൾ വായിച്ചെടുക്കുക. ഇത് ആ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കുന്ന ചീത്തപ്പേര് വളരെ വലുതാണ്. എന്നാൽ ഇവർ 2 പേരും ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയോ അവർക്ക് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നില്ല. എന്നാൽ അവരുടെ സപ്പോർട്ടിനെ ഒരു പ്രിവിലേജായി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വീഡിയോയിൽ ഒരു തരത്തിലും ആദില നൂറമാരുടെ അവരുടെ സെക്ഷുവാലിറ്റി, അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി, അവരുടെ ക്യാരക്ടർ ഇതിനെയൊക്കെ കരിവാരി തേക്കാനോ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു മരുന്നിട്ട് കൊടുക്കുകയോ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആസ് ഗെയിമേഴ്സ്, ആസ് ഹ്യൂമൻ ബീയിങ്സ് അവരതിനകത്ത് പറയുന്ന ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിനെ വിമർശിക്കുക, വിമർശന വിധേയമാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവരുടെ ക്യാരക്ടറിനെയോ ഒന്നും ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന ഒരു കണ്ടൻറ്റും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പേഴ്സണലി അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു പേഴ്സണൽ അറ്റാക്കിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത്തരത്തിൽ അവർക്കെതിരെയും അതുപോലെ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയും വരുന്ന കമൻറ്റുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യും. ഒരു പരിധി കവിഞ്ഞ് മോശമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നതായിരിക്കും എന്ന് ആദ്യമേ പറയുകയാണ്. ആദില നൂറമാർക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ഇതാദ്യമായിട്ടല്ല. ഇതിന് മുൻപൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരുടെ സെക്ഷുവാലിറ്റിയും ജെൻഡർ ഐഡൻറ്റിറ്റിയും ഒക്കെ വലിയൊരു ചോദ്യചിഹ്നമാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, അവർക്കെതിരെ വലിയ അറ്റാക്കുകൾ നടന്ന സമയത്ത് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരാളുടെ സെക്ഷുവാലിറ്റിയും ജെൻഡർ ഐഡൻറ്റിറ്റിയും ഒന്നും ഒരാളുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളല്ല. പക്ഷേ അയാൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അയാളുടെ എത്തിക്സിനെ, അയാളുടെ ക്യാരക്ടറിലെ വാല്യൂസിനെയൊക്കെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആദില നൂറമാർ കടന്നു പോയിട്ടുള്ള അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ അവരിൽ ഉണ്ടാവേണ്ടുന്ന ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ അവരെടുക്കേണ്ട ചില നിലപാടുകൾ, അതിലൊക്കെ നമുക്ക് വളരെ വലിയൊരു ഡിഫറൻസ് ആണ് ബിഗ് ബോസ് ഹൗസിൽ അവരുടെ പെർഫോമൻസിൽ നിന്ന് കാണാൻ പറ്റുന്നത്. സ്വന്തം സ്നേഹത്തിന് വേണ്ടി ഈ സൊസൈറ്റിക്കെതിരെ പടവെട്ടിയിട്ടുള്ള ആളുകളാണ് ആദിലയും നൂറയും. സ്വാഭാവികമായും ആളുകൾ ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന പെയിൻ എന്തായിരിക്കും എന്നുള്ളതും, ആരെങ്കിലും ഒരാൾ ആശ്വാസവാക്കുകളുമായി ഒപ്പം ചേരുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടാവുന്ന ഒരു സന്തോഷം എത്രത്തോളമാണ്, ആ ഒരു സമാധാനം എത്രത്തോളമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ആദില നൂറമാർ. പക്ഷേ അവർ ഈ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തു കൂട്ടുന്ന അവർ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുഭവിച്ചു എന്നുള്ളതുകൊണ്ട് ഈ ഗെയിമിൽ വന്ന് അവർ ഹ്യൂമാനിറ്റിയുടെ മകുടങ്ങളാകണം എന്നൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അവരിവിടെ ഗെയിം കളിച്ചാൽ മാത്രം മതി. പക്ഷേ ഇത്രയധികം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് നമ്മുടെ പ്രശ്നം. നമ്മളിപ്പോൾ ബിഗ് ബോസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഓരോ സീസണിലും ഓരോ റെപ്രസെൻറ്റേഷൻസ് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പും LGBTQ കമ്മ്യൂണിറ്റി
കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ആളുകൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും നല്ല രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉറപ്പിച്ച ഒരുപക്ഷെ LGBT കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള കുറേ അധികം തെറ്റിദ്ധാരണകൾ മാറുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു തുടക്കം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് നാദിറയാണെന്ന് കാണാൻ പറ്റും. അവർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതായത് ഇപ്പോൾ ആദിലെ നൂറയും പറയുന്നത് അവരുടെ എക്സിസ്റ്റൻസ് ആണ് അവരുടെ ഇൻപുട്ട് എന്നാണ്. പക്ഷേ നാദിറ അവർക്ക് കിട്ടുന്ന ഓരോ അവസരവും സംസാരിക്കാൻ വേണ്ടി, തിരുത്താൻ വേണ്ടി വിനിയോഗിച്ചിട്ടുള്ള ആളാണ്. അവരതിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുള്ളത് സ്നേഹവും അക്സെപ്റ്റൻസുമാണ്. അതിനവർ ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്ത രീതി ഏറ്റവും മാന്യവും ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതെന്ന് വെച്ചാൽ എല്ലാ എപ്പിസോഡുകളും കണ്ടിട്ടില്ല, അത്രയധികം ഉറപ്പിച്ച് പറയാനും പറ്റില്ല. എന്നാൽ പോലും അവരുടെ ഭാഗമായി നമ്മൾ കണ്ടിട്ടുള്ള ബിഗ് ബോസ് ഹൗസിലെ കണ്ടന്റുകളൊക്കെ നോക്കുമ്പോഴും അവിടെയൊക്കെയും അവർ ഏറ്റവും മാന്യമായി നല്ല രീതിയിൽ സംസാരിക്കുക, ആളുകളെ നന്നായി ട്രീറ്റ് ചെയ്യുക, മനഃപൂർവ്വം ആളുകളെ ഒറ്റപ്പെടുത്തി തളർത്താൻ ശ്രമിക്കാതിരിക്കുക തുടങ്ങി നല്ല സ്ട്രാറ്റജികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഏറ്റവും മോശം സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ട് ആദില നൂറമാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ നാദിറ മെഹറിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല. ആൻഡ് ഈ നാദിറ ഉണ്ടായിരുന്ന ആ സീസൺ അത് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ശ്രദ്ധയിൽപ്പെടുത്തുക. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ പോലും ഞങ്ങളൊന്നും നാദിറെ പോലെ അല്ല, അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും നാദിറെ വെച്ച് വിലയിരുത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് മുമ്പോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഈ സീസണിൽ ആദില നൂറമാരെ ബേസ് ചെയ്തുകൊണ്ട് ഈ തരത്തിൽ ആരോപണങ്ങളുമായി, അല്ലെങ്കിൽ ഈ തരത്തിൽ ഞങ്ങളെ ട്രീറ്റ് ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരുപാട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീഗൽ ഫൈറ്റിലൂടെ ഒരുമിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്ത ആളുകളാണ് ആദില നൂറമാർ. ആ തരത്തിൽ അവർ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് സ്വന്തം സെക്ഷുവാലിറ്റിയെക്കുറിച്ച് തുറന്നു പറയാനും ചർച്ച ചെയ്യാനും ഒക്കെ പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അവരുടെ റിലേഷൻഷിപ്പിനെയോ അവരുടെ പേഴ്സണൽ ക്യാരക്ടറിനെയോ ഒന്നും ഇത് വെച്ച് ഡിഫൈൻ ചെയ്യാനല്ല നോക്കുന്നത്. ലെസ്ബിയൻ കപ്പിളാണെന്നുള്ളതും സ്ത്രീകളാണെന്നുള്ളതും ഒരു പ്രിവിലേജായി, ശരിക്കും ഒരു പ്രൊട്ടക്ഷനായി ഉപയോഗിക്കുകയാണ്. തങ്ങൾക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ അയ്യോ നമ്മളിങ്ങനെയൊക്കെയാണ് എന്ന് പറയുകയും, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ ഏത് വിധേനയും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമാണ് നമ്മൾ ഇവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആദിലെ നൂറയും അത്ര വിസിബിൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നില്ല. അവരിടയ്ക്ക് വന്നിരുന്ന് അയ്യോ നമ്മുടെ വീട്ടുകാരില്ല, നമുക്ക് ഇവരല്ലേ നമ്മുടെ കുടുംബം ആവേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് സ്നേഹം വേണമല്ലോ എന്നൊക്കെ പറയുന്ന കുറച്ച് കോൺവെർസേഷൻസ് കാണുക എന്നുള്ളതല്ലാതെ ഇവരൊട്ടും തന്നെ വിസിബിൾ ആയിരുന്നില്ല. ആദ്യ കാലങ്ങളിൽ ഇവർ ഏറ്റവും അടുത്ത് നിന്നിരുന്നത് ശരത്തിനോടും അക്ബറിനോടും ഒക്കെ ഒപ്പമായിരുന്നു. പക്ഷേ ഒരു ടീമായി നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്കിൻ്റെ സപ്പോർട്ടോടുകൂടി വലിയ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ PR ടീമുകളുടെ വെറുപ്പ് സമ്പാദിക്കാതെ അവർ വളരെ സേഫായി തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനകത്താണ് അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായി ജീവിക്കുന്നത്. പുറത്താണെങ്കിൽ ലെസ്ബിയൻ കപ്പിൾ എന്നുള്ള രീതിയിൽ അവർ നേരിട്ടിരുന്ന വലിയ അറ്റാക്കുകളുണ്ട് കമൻറ്റ് ബോക്സുകളിൽ ഉൾപ്പെടെയൊക്കെ. അതൊന്നും കാണാതെ അവർക്ക് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റുന്ന വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഇടമായി ബിഗ് ബോസ് മാറുന്നില്ലേ എന്ന് വരെ നമുക്ക് ചോദിക്കാം. ഇതിൻ്റെ അർത്ഥം പുറത്ത് അവർ അറ്റാക്ക് നേരിട്ടിട്ടില്ല ബിഗ് ബോസ് ഹൗസിൽ കയറിയതിന് ശേഷം എന്നല്ല പറയുന്നത്. പക്ഷേ അതിനേക്കാൾ മോശം രീതിയിലുള്ള അറ്റാക്കാണ് അവിടെയുള്ള മറ്റുള്ളവർക്ക് നേരെ അവർ അഴിച്ചുവിടുന്നത്. അനുമോളും ശൈത്യയും തമ്മിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഫ്രണ്ട്ഷിപ്പ് തകർന്നു വീഴുമ്പോഴാണ് അനുമോൾ ആദില നൂറമാരോട് കുറച്ച് ക്ലോസ് ആയി മാറുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷമാണ് ആദിലയും നൂറയും കുറേ കൂടി വിസിബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സായി മാറുന്നത്. നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ആദിലയും നൂറയും ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഐഡിയോളജിയുമായി യാതൊരു തരത്തിലും ചേർത്ത് വെക്കാൻ പറ്റാത്ത വളരെ സദാചാരപരമായിട്ടുള്ള കാര്യങ്ങൾ, ജെൻഡർ ഐഡൻറ്റിറ്റി, സെക്ഷുവാലിറ്റി ഒക്കെ മോശമായി ചിത്രീകരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തുടരെ ചെയ്യുന്ന ആളാണ് അനുമോൾ. അങ്ങനെ നോക്കുമ്പോൾ ആദിലയും നൂറയും അനുമോളുമായി ചേരാൻ യാതൊരു സാധ്യതയുമില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഷാനവാസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും. പക്ഷേ ഇവർ രണ്ടുപേരും ഒരിക്കലും അനുമോളോടും ഷാനവാസിനോടും എതിരെ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന, എസ്പെഷ്യലി അനുമോൾക്ക് എതിരെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന വലിയ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും ആദിലെ നൂറയൊക്കെ അനുമോൾ പറയുന്ന പല വൃത്തികേടുകളാണെന്ന് സമ്മതിച്ചിട്ടുള്ളതല്ലേ എന്ന്. പക്ഷേ ഇതിനകത്തൊരു ഗംഭീര ബാലൻസിങ് ആക്ട് നടക്കുന്നുണ്ട്. അതായത് അനുമോൾ വൃത്തികേടുകൾ പറയുകയും ബാക്കിയുള്ളവരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒപ്പം നിൽക്കുന്ന ആദിലെ നൂറമാരെ നമ്മൾ കാണുന്നുണ്ട്. മാറിയിരുന്ന് കുറ്റങ്ങൾ പറയുമ്പോൾ പോലും ഒപ്പം നിൽക്കുന്ന, അങ്ങനെ ഞങ്ങൾ നിൻ്റെ ഒപ്പമാണെന്ന് പറയുന്നൊരു ഫീൽ അനുമോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ വൃത്തികേടുകളെ ബാക്കിയുള്ളവർ ചോദ്യം ചെയ്യുന്ന സമയത്ത്, ഇൻക്ലൂഡിങ് ലാലേട്ടൻ അടക്കമുള്ള ആളുകൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ കണ്ടെത്തുന്ന ഒരു ന്യായമുണ്ട്. അനുമോൾ വൃത്തികേട് ചിന്തിക്കും, പറയും, പെരുമാറും,
അങ്ങനെയൊക്കെ ചെയ്യും. എന്ന് വെച്ചാൽ വളരെ മോശമായി. നമ്മൾ അക്ബർ എന്ന് പറയുന്ന ഒരൊറ്റ കണ്ടസ്റ്റൻറ്റിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ളത്, വാദിച്ചിട്ടുള്ളത് ഒക്കെയും അക്ബറാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ആ അക്ബറിനെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ, ഏറ്റവും വൃത്തികെട്ട രീതിയിൽ അനുമോൾ പറയും, പിന്നീട് മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. സാബുമാൻ ചെന്ന് ആദിലോടും നൂറയോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഐഡിയോളജിയുമായിട്ട് അനുമോൾ ഒട്ടും ചേരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രണ്ട്സായി ഇരിക്കാൻ പറ്റുന്നത്? അപ്പോഴാണ് ഇവരുടെ ആ ക്ലാസിക് ബാലൻസിങ് ഉത്തരം വരുന്നത്. അനുമോൾ വൃത്തികേട് പറയും, വൃത്തികേട് ചെയ്യും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അനുമോൾ പാവമാണ്, അനുമോൾ ഒരു പാവം കുട്ടിയാണ് എന്നാണ് ഇവർ കണ്ടെത്തുന്ന ന്യായം. ഇതെങ്ങനെയാണ് ഒരു ന്യായമായിട്ട് മാറുക? അതായത് ഏറ്റവും മോശം കാര്യങ്ങളൊക്കെ ചെയ്യും, വില്ലനാണ്, കൊലപാതകമൊക്കെ ചെയ്യും, പക്ഷേ പാവ. ഇതേ കാര്യം ഒരു ഷാനവാസ്കയുടെ കാര്യത്തിൽ ഇടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് PR-ഉം വോട്ടുകളും മാത്രമാണ്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയെക്കുറിച്ച് ഇപ്പോൾ ബിഗ് ബോസ് ഞാൻ കാണാറേയില്ല എന്ന് പറയുന്ന മലയാളികൾ വരെയുണ്ട്. പക്ഷേ അവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് ബിഗ് ബോസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ടാകും. ഈ ഗെയിം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇവിടെ പ്രേക്ഷകരുടെ മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വോട്ടുകൾ നമ്മൾ നേടേണ്ടത്, PR ഏജൻസികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന് മുമ്പുള്ള എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള സീസണുകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഇതൊക്കെ ഒരു സാധാരണ മലയാളിക്ക് പോലും ഏകദേശ ധാരണയുള്ള സമയത്ത് ഒരു ടീമായി ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്ന ആദിലയും നൂറയും, പ്രത്യേകിച്ച് ലെസ്ബിയൻ കപ്പിൾ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അറ്റാക്കൊക്കെ നേരിട്ടിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് അവരിങ്ങനെ ഒരു പബ്ലിക് ഷോയിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് അവരിതിനെക്കുറിച്ച് എന്തുമാത്രം റിസർച്ച് ചെയ്തിട്ടുണ്ടാവും, എന്തുമാത്രം പ്ലാനുകൾ, പ്ലാൻ B, C, D ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ അവർക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുള്ള എല്ലാവരുടെയും പ്ലാനിങ്ങുകൾ എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന മൊമെൻറ്റിൽ കഴിഞ്ഞു. അതായത് അവർ പുറത്തുള്ള ചിലപ്പോൾ അവരുടെ PR ഏജൻസികൾ, അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, മുമ്പ് പങ്കെടുത്തിട്ടുള്ള ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റൻസ്, ഇവരോടൊക്കെ ചോദിച്ചുകൊണ്ട് പല പ്ലാനുകളും ഉണ്ടാക്കാം. പക്ഷേ അകത്ത് കയറി കഴിയുമ്പോൾ ഈ ആളുകളുടെ സ്വഭാവത്തിൽ എല്ലാവരും ഓരോരോ പ്ലാനുകളായിട്ടല്ലേ വന്ന്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ തട്ടിനും തരികിടയ്ക്കൊക്കെ ഇടയിൽ ചിലപ്പോൾ പ്ലാനുകൾ കൈമോശം വന്നേക്കാം, അല്ലെങ്കിൽ സ്വന്തമായി ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റില്ല. നിങ്ങളിവിടെ ഇരുന്നൊരു കാര്യം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുക്കളയിൽ വേറൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ആൾക്കാർ വരികയായിരിക്കും, കുറച്ച് ആൾക്കാർ പ്ലേ ഏരിയയിൽ നിന്ന് വരികയായിരിക്കും. അപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഈ പ്ലാൻ എന്ന് പറഞ്ഞ് മറ്റേ സ്വന്തം പ്ലാനിനെ നോക്കി കണ്ണീരൊഴുക്കേണ്ട അവസ്ഥയാണ് പല ആളുകൾക്കും ഉള്ളത്. പക്ഷേ ആദിലയ്ക്കും നൂറയ്ക്കും അങ്ങനെയല്ല. അവർ ഒരു ടീമായി തന്നെയാണ് അതിൻ്റെ അകത്ത് വന്നത്. അവർക്ക് ഈ ലോകത്ത് തന്നെ വേറെ ബോധിപ്പിക്കാൻ ആളുകളൊന്നുമില്ല. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ ആദിലയ്ക്കൊരു പ്രശ്നം ഉണ്ടായാൽ ബേബി 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 എന്ന് വിളിച്ച് അങ്ങോട്ട് പോവുക, നൂറയ്ക്കൊരു പ്രശ്നം ഉണ്ടായാൽ ബേബി 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 എന്ന് വിളിച്ച് ഇങ്ങോട്ട് പോവുക. ഇവർ പ്രശ്നങ്ങളെല്ലാം എല്ലാ ദിവസവും വൈകുന്നേരം പറഞ്ഞു തീർക്കുന്നു. എല്ലാ പ്ലാനുകളും മാറ്റേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ക്യാമറ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഡിസ്കസ് ചെയ്യുന്നു. പ്രേക്ഷകരെ എങ്ങനെ ധരിപ്പിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയതിന് ശേഷവും പുതിയ പ്ലാനുകൾ ഉണ്ടാക്കാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുന്നു എന്ന് പറയുന്ന ഒരു വലിയ പ്രിവിലേജ് ഇവർക്കുണ്ട്. പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറാൻ പോകുന്ന ആളുകളായതുകൊണ്ട് ഉറപ്പായും ഇവർ ഈ PR ഏജൻസികളും PR പരിപാടികളും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. മാത്രമല്ല, ഇപ്പോൾ അക്ബർ പറഞ്ഞൊരു കാര്യമുണ്ട്, അനുമോളുടെ PR എന്നെ വന്ന് സമീപിച്ചിട്ടുണ്ടായിരുന്നു. അനുമോൾ പറഞ്ഞിട്ടുണ്ട്, ശരത്തിന് PR ചെയ്യുന്ന അതേ ആൾക്കാരാണ് എനിക്കും PR ചെയ്യുന്നത്. സ്വാഭാവികമായും PR ഏജൻസികൾ ഈ പറയുന്ന എല്ലാ കണ്ടസ്റ്റൻസിനെയും സമീപിച്ചിട്ടുണ്ടാവും. ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് പോകുന്ന സമയത്തും പറയും, ഞങ്ങൾ ഇന്ന ആളുകളുടെ PR എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുകൾ PR എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് എടുത്തിട്ടുള്ള PR അവർ വലിയ ടീമാണ്, അവരോട് മുട്ടി നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇതെങ്കിലും ചെയ്യണം. ഇങ്ങനെയുള്ള പല സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ആദില നൂറമാരുടെ അടുത്തും PR ഏജൻസികൾ പോയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും ഏറ്റവും പവർഫുൾ PR-ഉമായി ഇതിനകത്തേക്ക് കയറാൻ പോകുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ഇവർക്ക് ഏകദേശ ധാരണയുണ്ടാവും. ഇനി ധാരണ ഇല്ലെങ്കിലും വീക്കെൻഡ് എപ്പിസോഡുകൾ കൃത്യമായി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആർക്കൊക്കെയാണ് പുറത്ത് ഇങ്ങനൊരു ഇമേജ് ഉണ്ടാക്കാൻ ഉള്ള ഒരു സാധ്യതയുള്ളത്. ഇത്രയൊക്കെ വൃത്തികേട് കാണിച്ചിട്ടും ഇന്ന ആളുകൾ ഇവിടെ തുടരുന്നത്, പുറത്തുനിന്ന് ഇത്രയും വോട്ട് വരുന്നതുകൊണ്ട് അത് PR-ൻ്റെ പവർ കൊണ്ടായിരിക്കും. അപ്പോൾ ഇവർക്കറിയാം അനുമോളും ഷാനവാസുമാണ് പുറത്ത് ഇത്രയും ഹൈ ലെവലിൽ PR ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരു വലിയ ഇമേജ് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ ആയിരിക്കും നടക്കുക. അപ്പോൾ ഇവരെ രണ്ടുപേരെയും നമ്മൾ ഡയറക്റ്റ് ആക്രമിക്കാൻ പറ്റില്ല. മാത്രമല്ല, പറ്റുകയാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കുക. അവർ ടാർഗറ്റ് ചെയ്യുന്നവരെ നമ്മളും ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ ഈ PR ഏജൻസികൾ വിചാരിക്കും, നമ്മുടെ അനുമോൾക്ക് വേണ്ടി, നമ്മുടെ ഷാനവാസ്ക്ക് വേണ്ടി ആ പിള്ളേരിൽ നിന്ന് നടത്തുന്ന ഒരു ഫൈറ്റില്ലേ, അവർ സിംഹക്കുട്ടികൾ തന്നെ എന്ന് പറഞ്ഞ് ഇവരതിനെ പ്രൊമോട്ട് ചെയ്യും. ഇത് ആക്ച്വലി ഇത്തിൽ കണ്ണിയുടെ പരിപാടിയാണ്. ഇവർ രണ്ടുപേരും ഇത്തിൽ കണ്ണികളായി നിൽക്കുമ്പോൾ ഇവരുടെ അഡ്വാൻറ്റേജ് ഇവർക്ക് ഒരു മാവിലല്ല 2 മാവിൽ ഇത്തിൽ കണ്ണികളായി തുടരാം എന്നുള്ളതാണ് അനുമോളും ഷാനവാസും. അനുമോളും ഷാനവാസും കയ്യിൽ നിന്ന് കാശിറക്കി PR കൊടുത്തിട്ടാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇവർ രണ്ടുപേരുടെയും കാര്യം ആലോചിച്ച് നോക്കിയേ. ഇവരെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഏതാണ്ട് 16 ലക്ഷത്തിന് PR കൊടുത്തു എന്നാണല്ലോ ബിന്നി പറയുന്നത്. അതിനെ ഒരു 3 ഭാഗമായി കണക്കാക്കി ആ 3-ൽ 2 പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ആദില നൂറമാരാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിൽ ഷാനവാസ്കയുടെ PR-കാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് കുറച്ച് വിഷമമുണ്ടാവും. എന്നാലും പറയാണ്, ഷാനവാസ്കയാണ് കൂട്ടത്തിൽ വീക്ക്.
അനുമോൾക്ക് പിന്നെയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, ആദിലയും നൂറയും തന്നെ വഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏകദേശ ധാരണയൊക്കെ അനുമോൾക്കുണ്ട്. പക്ഷേ അനുമോൾ ഇപ്പോൾ ആ ഒറ്റയ്ക്ക് കളിക്കാവുന്ന ആ സ്റ്റേജിൽ നിന്ന് കുറച്ചൊന്ന് മാറിപ്പോയി. ഇത്രയും ദിവസമൊക്കെ ഒറ്റയ്ക്ക് ഇത്രയും ഫൈറ്റ് ചെയ്ത് നിന്ന് കളിച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു കൂട്ട് വേണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വേണം എന്നൊക്കെ പറയുന്ന ഒരു ആവശ്യകത വന്നേക്കാം. അനുമോളെ സംബന്ധിച്ച് ബാക്കി എല്ലാവരും വെറുപ്പിച്ച് കഴിഞ്ഞു, ഇനി ഒരാളെയും കൂടെ നിർത്താൻ പറ്റില്ല. പിന്നെ ആകെയുള്ളത് ആദിലയും നൂറയാണ്. അപ്പോൾ സ്വാഭാവികമായും അനുമോൾ അവിടെ തുടരുന്നു. അനുമോൾ ഒത്തിരി വട്ടം അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന്. അനുമോൾ ഓടി നടന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന്. പക്ഷെ അപ്പോൾ പോലും അവരാണ് അനുമോളുടെ അടുത്ത് ഇങ്ങനെ ഇത്തിൽ കണ്ണികൾ നിൽക്കുന്ന പോലെ പിടിച്ച് നിൽക്കുന്നത്. ഷാനവാസ്ക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിട്ടില്ല. പുള്ളി വിചാരിച്ചിരിക്കുന്നത് പുള്ളി ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നാണ്. വെണ്ണില കൊമ്പിലേക്ക് രാപ്പാടികൾ പാറി വന്നു എന്നാണ് ഷാനവാസ്ക വിചാരിക്കുന്നത്. ഒരു സമയം വരെ നമ്മളും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാപ്പാടികൾക്കറിയാം ഇതിനേക്കാൾ മികച്ച വെണ്ണില കൊമ്പ് ആ ബിഗ് ബോസ് ഹൗസിൽ വേറെ കിട്ടാനില്ല എന്ന്. അതായത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും മെയിൽ ഷോവനിസ്റ്റ് എന്ന് മുഖത്ത് നോക്കി വിളിച്ചു കഴിഞ്ഞാലും, അതായത് പുറത്തുള്ള ആൾക്കാർ നോക്കുമ്പോൾ എന്താണ് ആദിലെ നൂറയും ഷാനവാസിൻ്റെ എല്ലാ കുറ്റവും പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അത് മുഴുവൻ പറഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഈ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്കിയുള്ളതൊക്കെ മറന്നു പോകുന്ന പാവമാണ് ഷാനവാസ് എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നും പറ്റിയില്ലെങ്കിൽ അക്ബറിനെ 2 കുറ്റം പറയാം, അപ്പം തന്നെ ഷാനവാസ്ക്ക് ഒന്ന് തോളത്ത് കൈയിട്ടോളൂ. ഷാനവാസ്ക്ക് ഒരു ശുദ്ധനായി പോയല്ലോ എന്നാണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. ഇവരുടെ സ്ട്രാറ്റജികളിലെ ഷിഫ്റ്റുകളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം അവർ ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയത്ത് അവരുടെ ഏറ്റവും വലിയ ഇമോഷൻ എന്ന് പറയുന്നത് ഫാമിലി 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 എന്നായിരുന്നു. ആ ഫാമിലി ഇമോഷനിൽ സ്വാഭാവികമായും ശരത് അപ്പാനി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അയാളൊരു ചേട്ടനായി തന്നെ ജീവിക്കുകയായിരുന്നു. അവർക്ക് ആഹാരം വാരി കൊടുക്കുന്നു, അവർ പിണങ്ങിക്കഴിഞ്ഞാലും ചെന്ന് ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഒപ്പം നിന്നിട്ടുള്ള ആളാണ് അപ്പാനി ശരത്. പിന്നീട് ഷാനവാസ് അപ്പാനി ശരത്തിനെ ടാർഗറ്റ് ചെയ്ത സമയത്ത് ആദിലെ നൂറയും അവിടെ ഇൻവിസിബിൾ ആയിരുന്നു എന്ന് പറയാം. എന്ന് വെച്ചാൽ അത്രയും തങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കുടുംബം തകർക്കുന്ന, അതായത് അപ്പാനി ശരത്തിൻ്റെ ഫാമിലിയിലേക്ക് അപ്പാനി ശരത്ത് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് അവരെ. അങ്ങനെയുള്ള സമയത്ത് അപ്പാനി ശരത്തിൻ്റെ ഫാമിലിയെ അറ്റാക്ക് ചെയ്യുന്നത് വെറുതെ കണ്ണും പൂട്ടി നോക്കിയിരുന്ന ആളുകളാണ് ആദിലെ നൂറയും. എന്നാൽ അവർ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയെടുത്തിട്ടുള്ളത് അപ്പാനി ശരത്തിൻ്റെ ഫാമിലി വരട്ടെ, അയാളുടെ ഫാമിലിയെങ്കിലും വരട്ടെ, നമ്മുടെ ഫാമിലിയായിട്ട് നമുക്കതിനെ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം പുറത്ത് അവർക്ക് ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഫാമിലി ഇമോഷനിൽ തന്നെയാണ് അവർ ഒത്തിരി വോട്ട് നേടിയിട്ടുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ഒരു വലിയ സ്ട്രാറ്റജി ചേഞ്ച് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഗെയിമിൽ അവർ കുറച്ചും കൂടി വിസിബിളായി വരുന്നത് ലക്ഷ്മി വന്നതിന് ശേഷമാണ്. ലക്ഷ്മി അവരെക്കുറിച്ച് സംസാരിക്കുന്നു. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരാണ്, സമൂഹത്തിൽ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്തവളുമാരാണ് തുടങ്ങിയിട്ടുള്ള പ്രസ്താവനകൾ പറയുന്നു. ഇത് ഒരേ സമയം ലക്ഷ്മിക്ക് ഫാൻസിനെയും കൊണ്ടുവന്നു തന്നു, അതുപോലെ തന്നെ ഹെയ്റ്റേഴ്സിനെയും കൊണ്ടുവന്നു തന്നു. ഇത് ആദില നൂറമാരെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം ഒരു വിസിബിലിറ്റി കൊടുത്ത, കുറേ കൂടി സ്വീകാര്യത കൊടുത്തൊരു വിഷയമായിരുന്നു. ലക്ഷ്മിയെ സംബന്ധിച്ച് ഇവർക്കെതിരെ സംസാരിച്ചതും ഒനിലിനെതിരെ സംസാരിച്ചതും ഒക്കെ വലിയൊരു നെഗറ്റീവായി വരുമ്പോൾ ആദില നൂറമാരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അവർക്കൊരു വലിയ സപ്പോർട്ട് ആവശ്യമാണ് എന്നുള്ള ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കത്തക്ക രീതിയിൽ ഒരു ക്യാമ്പയിൻ തന്നെ സംഭവിച്ചത് ലക്ഷ്മിയുടെ ഈ അറ്റാക്ക് കൊണ്ടാണ്. ആക്ച്വലി അവർ ലക്ഷ്മിക്ക് നന്ദി പറയേണ്ടതാണ്. ലാലേട്ടൻ വന്നിട്ട് ഞാൻ കയറ്റുമല്ലോ അവരെ എൻ്റെ വീട്ടിൽ എന്ന് പറയുന്നത് ആദിലെയും നൂറയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റാം എന്ന് പറയുന്നതല്ല. മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോയ, സമൂഹത്തിൽ നിന്ന് പല ആളുകളാൽ മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന മനുഷ്യരെ ഞാൻ മനുഷ്യരായി അക്സെപ്റ്റ് ചെയ്യുമെന്നും എൻ്റെ സഹോദരങ്ങളെ പോലെ എൻ്റെ മക്കളെ പോലെ ഞാൻ അവരെ അക്സെപ്റ്റ് ചെയ്യും, അവരെ എൻ്റെ വീട്ടിൽ കയറ്റുന്ന, എൻ്റെ മനസ്സിൽ കയറ്റുന്ന ഒരാളാണ് ഞാൻ എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അല്ലാതെ ആദിലേക്ക് നൂറയ്ക്ക് ഞാനൊരു ഹോം ടൂർ കൊടുക്കാം എന്നല്ല ലാലേട്ടൻ പറയുന്നത്. ആ ഒരു ഒറ്റ ഡയലോഗിൽ അവർക്ക് മനസ്സിലായി പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന്. ആക്ച്വലി ഇവർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവരുടെ എക്സിസ്റ്റൻസ് ആണ് എന്ന് പറയുമ്പോൾ പോലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യം ഒരുപാട് റീലുകളും മറ്റുമായി പുറത്ത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഈ കമ്മ്യൂണിറ്റിയുടെ ഇമേജിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ അവർക്കെതിരെ ബിഗ് ബോസ് ഹൗസിന് അകത്തൊരു അറ്റാക്ക് ഉണ്ടായപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്തു. മാത്രമല്ല LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഓൾറെഡി നിരവധി തവണ ശബ്ദമുയർത്തിയിട്ടുള്ള ആളുകൾ അവിടെയും ശബ്ദമുയർത്തി. അവരാരും ഞങ്ങളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ആദിലേക്ക് നൂറയ്ക്കുള്ള പിന്തുണ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്. വാ തുറന്നു പറഞ്ഞു. അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടു. അവർ ശബ്ദമുയർത്തി. ഈ ശബ്ദമുയർത്തുക എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ട്. അല്ലാതെ എൻ്റെ എക്സിസ്റ്റൻസ് ആണ് എൻ്റെ ഇൻപുട്ട് എന്ന് പറയാൻ ഒരു മഹാത്മാഗാന്ധിയുടെ പുസ്തകമൊക്കെ പേരിട്ടതുപോലെയൊക്കെ ഓർമ്മ വരുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൗഡായിട്ട് ജീവിച്ച് കാണിക്കണം, ജീവിച്ചത് നിങ്ങളെല്ലാവരെയും അറിയിക്കണം. പക്ഷേ ഇവിടെ അതൊന്നും അല്ല സംഭവിക്കുന്നത്. അവരവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ മോശമായിട്ടുള്ള സ്ട്രാറ്റജികൾ ഉപയോഗിക്കുകയാണ്. മറിച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവർ ശബ്ദം ഉയർത്തുന്നില്ല. ഇനി എക്സിസ്റ്റൻസ് ആണ് നിങ്ങളുടെ ഇൻപുട്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റൻസ് അത്രയും അക്സെപ്റ്റബിൾ ആയിരിക്കണം, അത്രയും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കണം. പക്ഷേ ഇവരുടെ ബിഗ് ബോസ് ഹൗസിലെ എക്സിസ്റ്റൻസും ഇവരുടെ ഗെയിം സ്ട്രാറ്റജികളും പുറത്തുള്ള ഒരു കമ്മ്യൂണിറ്റി
കമ്മ്യൂണിറ്റിയെ കൂടി മോശമായി ബാധിക്കത്തക്ക രീതിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ആദിലയും നൂറയും കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ അതെടുത്ത് വെച്ച് കമ്മ്യൂണിറ്റിയെ കുറ്റം പറയാൻ വേണ്ടി പോസ്റ്റ് അടിച്ചിറക്കാൻ കാത്തിരിക്കുന്ന കുറച്ച് കഴുകന്മാർ ഈ കൂട്ടത്തിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നില്ല. പക്ഷേ ഇവരുടെ ഈ ആക്ട് പൊതുജനങ്ങളുടെ ഉള്ളിലുണ്ടാക്കാൻ സാധ്യതയുള്ള കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള വളരെ മോശം ഇമേജ് ഉണ്ട്. ദ്രോഹമാണ് ആക്ച്വലി അവരുടെ എക്സിസ്റ്റൻസ് കൊണ്ടുണ്ടാവുന്ന ഇൻപുട്ട്. പിന്നെ ഇതൊക്കെ ഒരു ഗെയിമല്ലേ, ഗെയിമായിട്ട് അങ്ങനെ കണ്ടാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഇവരുടെ ഈ ഗെയിമിൽ കൊണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജിയുടെ പ്രശ്നം നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് അല്ലേ, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ഞാനും ജീവിക്കാം, നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. പക്ഷേ ഇവരുടെ ഈ സ്ട്രാറ്റജികളുടെ ഭാഗമായി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ആളുകളുടെ അകത്തും പുറത്തുമുള്ള ജീവിതത്തെയും പുറത്തുള്ള അവരുടെ ഫാമിലീസിനെയും അവരുടെ ബന്ധങ്ങളെ പോലും ബാധിക്കുന്ന രീതിയിൽ, വളരെ മോശമായി ബാധിക്കുന്ന രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സും ആരോപണങ്ങളും ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരുപാട് ആളുകളുടെ ഒരുപക്ഷെ മെൻ്റൽ ഹെൽത്തിനെ പോലും ബാധിക്കുന്ന രീതിയിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മളിത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ. നമ്മൾ ഈ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും LGBTQ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആളുകൾ അവരുപയോഗിക്കുന്ന ഭാഷ, സംസാര രീതി, ഇതൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അതിനൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ബിഗ് ബോസ് ഹൗസിലേക്ക് നോക്കുമ്പോൾ വളരെ മോശം ഭാഷ, ഡബിൾ മീനിങ്ങുകൾ, പുരുഷന്മാരുടെ ശരീരഭാഗങ്ങളെയൊക്കെ സംസാരിക്കുന്ന പോലെ ബോഡി ഷെയിം ചെയ്യുന്ന, അങ്ങനെ വളരെ വളരെ മോശമായിട്ടുള്ള സംസാരങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത്രയും മോശം സംസാര ഭാഷയുള്ള അനുമോളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആദിലയും നൂറയുമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നെവിൻ്റെ കാര്യം നോക്കൂ. നെവിൻ അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തണം, അയാളുടെ സെക്ഷുവാലിറ്റി വെളിപ്പെടുത്തണം എന്നൊക്കെ മുറവിളി കൂട്ടുന്ന കുറേ ആളുകളെ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. പക്ഷേ അവന്മാരോടൊക്കെ പറയാനുള്ളത് അയാൾക്ക് സൗകര്യമുണ്ടെങ്കിൽ, അയാൾക്ക് വേണമെന്ന് തോന്നിയാൽ മാത്രം അത് വെളിപ്പെടുത്തിയാൽ മതി. അല്ലാതെ ഇത് വെളിപ്പെടുത്തിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഥാപ്രസംഗം കളിക്കേണ്ട ഒരാവശ്യവും ഈ ലോകത്ത് ഒരാൾക്കുമില്ല. അത് അയാളുടെ മാത്രം ചോയ്സാണ്. പക്ഷേ അങ്ങനെ തീരുമാനിച്ചിട്ടുള്ള നെവിൻ്റെ സെക്ഷുവാലിറ്റിയെ, ജെൻഡർ ഐഡൻറ്റിറ്റിയെ, അയാളുടെ സ്ത്രൈണഭാവത്തെ, ഇപ്പം അയാളുടെ ആ ഒരു സ്ത്രൈണഭാവമാണ് അയാളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതേ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് അയാളെ ആക്രമിക്കുമ്പോൾ എങ്ങനെയാണ് അതിന് തത്തുല്യമായ വേദന പുറത്ത് അനുഭവിച്ചിട്ടുള്ള ലെസ്ബിയൻസ് ആയിട്ടുള്ള 2 പേർക്ക് അതിനെതിരെ കണ്ണടയ്ക്കാൻ പറ്റുക? അയാളുടെ ചോയ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ സിമിലർ വേദനകൾ അനുഭവിച്ചു വന്നിട്ടുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കലി ചെയ്യേണ്ടതല്ലേ? എന്ന് വെച്ചാൽ അവർ പോലും അറിയാതെ ചെയ്യേണ്ടതല്ലേ? അവർ എഫേർട്ട് ഇടുന്നില്ല എന്നുള്ളതും പോട്ടെ, അറിയാതെ ചെയ്തു പോകില്ലേ? തല്ലുകൊള്ളുന്ന വേദന എനിക്കറിയുമ്പോൾ നിരപരാധിയായ മറ്റൊരാളെ തല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തടയില്ലേ? അയാൾ വേദനിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കില്ലേ? ഇവിടെ നമ്മൾ അങ്ങനെ ഒന്നും കാണുന്നില്ല. ഏറ്റവും അധികം നമ്മുടെ സമൂഹത്തിൻ്റെ സദാചാര ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള ഈ 2 വ്യക്തികളാണ് സദാചാര ആക്രമണങ്ങൾ വാരി വലിച്ച് വെതറുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൽ പല ആക്ടിനെയും അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ സപ്പോർട്ടൊക്കെ ഉള്ള ലാലേട്ടൻ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളെ കുറ്റം പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ആദിലയും നൂറയും ടപ്പിന് നല്ല കുട്ടികളാവും. ലാലേട്ടാ, ഞാൻ പറഞ്ഞാണ് ലാലേട്ടാ, അവൾ അങ്ങനെയാണ് ലാലേട്ടാ, അത് അങ്ങനെ ചെയ്ത് ഭയങ്കര മോശമായിപ്പോയി എന്ന് പറഞ്ഞ് കൂട്ടമായും ഒറ്റയ്ക്കും ഒക്കെ അനുമോളെ ആക്രമിക്കുന്ന, കൊടുക്കുന്ന ആദില നൂറമാരെ നമുക്ക് കാണാൻ പറ്റും. സ്വന്തം പ്രണയത്തിന് വേണ്ടി ഇത്രയധികം ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുള്ള, റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ അറിയാവുന്ന ഈ 2 പേർക്ക് എങ്ങനെയാണ് ആര്യനെയും ജിസയിലിനെയും കുറ്റക്കാരാക്കുന്ന ആക്റ്റിൽ പങ്കുചേരാൻ പറ്റുക? ഒറ്റപ്പെടലിൻ്റെ വേദന എത്രത്തോളം ഭീകരമാണ് എന്നറിഞ്ഞിട്ടുള്ള ഇവർക്ക് എങ്ങനെയാണ് അക്ബർ എന്ന് പറയുന്ന മനുഷ്യനെ ഒറ്റപ്പെടുത്തി, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്തി, അയാൾ ആദിലയുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞതാണ്. ഇതൊരു ഗെയിമാണ്, ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജിയൊക്കെ ആർക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഏറ്റവും മോശമായി ഒറ്റപ്പെടുത്തുന്ന ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക? ആദിലയും നൂറയും ഒക്കെ അവരുടെ ശരീരത്തെ വെച്ചുകൊണ്ട് പോലും വളരെ മോശമായി ചിത്രീകരിക്കുന്ന കമൻറ്റുകളും ആക്രമണങ്ങളും ഒക്കെ നേരിട്ടതിന് ശേഷം ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ട് അവർക്ക് എങ്ങനെയാണ് ആൺകുട്ടികളുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് വളരെ മോശമായ കമൻറ്റുകൾ പറയാൻ പറ്റുക? കുണുങ്ങി നടക്കുന്നു, ആട്ടി നടക്കുന്ന, പിന്നെ നെവിൻ്റെ വയറിനെ കുറ്റം പറയുക, പിന്നെ അക്ബറിൻ്റെ ഈ മൂട് താങ്ങൽ, അവരിങ്ങനെ വെയിറ്റൊക്കെ വെച്ചിട്ട് ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് അപ്പാനി ശരത്തും അക്ബറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അണ്ടിയില്ലാത്ത മാങ്ങയാണ് എന്നൊക്കെ ആര്യനോട് പറയുന്നു. അതുപോലെ ആര്യൻ ഡാൻസ് ടാസ്കിൻ്റെ ഇടയിൽ ഡ്രസ്സ് അയാളുടെ കുറച്ച് പൊങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് നിൻ്റെ എല്ലാം കണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദിച്ചിരിക്കുന്ന ആദില നൂറമാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു തവണയെങ്കിലും ഈ ആൺകുട്ടികളിൽ ആരെങ്കിലും ഇവരോട് തിരിച്ച് ഇതുപോലൊരു കാര്യം പറഞ്ഞാൽ, ഈവൻ അവരോട് പറഞ്ഞതിന് മറുപടി കൊടുത്താൽ പോലും അവരതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങുന്നത് ലെസ്ബിയൻ കപ്പിളിനെ ആക്രമിച്ചു അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എക്സിസ്റ്റൻസിനെ ഒരു ആയുധമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കവചമായിട്ടോ അവർ ഉപയോഗിക്കുകയാണ്. അങ്ങനെ അവർക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായി എന്ന് അവരവിടെ സൂചിപ്പിക്കുമ്പോൾ പുറത്ത് കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കും. അവർക്ക് അവിടെ നിലനിന്ന് പോരാൻ അവരുടെ പല സ്ട്രാറ്റജികളും സക്സസ് ആക്കാൻ വേണ്ടി ഈ പ്രിവിലേജിനെ അവർ ഉപയോഗിക്കുകയാണ്. അതായത് ഞങ്ങൾ കമ്മ്യൂണിറ്റിയെ ഉപയോഗിക്കും, പക്ഷേ കമ്മ്യൂണിറ്റിക്കുള്ള സപ്പോർട്ടൊന്നും നമ്മളായിട്ട് കൊടുക്കില്ല, ഞങ്ങളുടെ എക്സിസ്റ്റൻസ് വേണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ടായി എടുത്തോളൂ.
ഞങ്ങളുടെ എക്സിസ്റ്റൻസ് വേണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ടായി എടുത്തോളൂ, പക്ഷേ ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം, കാരണം ഞങ്ങൾ ലെസ്ബിയൻ കപ്പിളാണ്, ഞങ്ങളെ ആക്രമിക്കുന്നേ, ഞങ്ങൾ ലെസ്ബിയൻ കപ്പിൾ ആയതുകൊണ്ട് ഞങ്ങളെ ആർക്കും സ്നേഹമില്ലേ, ഞങ്ങളെ കുടുംബങ്ങൾ സ്വീകരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മാറിയിരുന്നുകൊണ്ട് സങ്കടം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ കുടുംബ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞിട്ടുള്ള ആളുകൾ പിന്നീട് ഈ അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ പറഞ്ഞൊരു ഡയലോഗ്, അവിടെയാണ് നമ്മൾ ഇവരുടെ ഈ ഇമോഷൻസിനെ, ഈ പറയുന്ന സപ്പോർട്ടിനെയൊക്കെ വളരെയധികം സംശയിച്ചു പോകുന്നത്. ഫാമിലി വീക്ക് വരുമ്പോൾ അപ്പാനിശ്വരത്തിൻ്റെ ഫാമിലി വരട്ടെ, അതാണ് നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് എല്ലാവരുടെയും ഫാമിലി വേണം എന്നൊക്കെ പറഞ്ഞ ഇവരെ ഓരോ ആൾക്കാരുടെയും ഫാമിലി വീക്കിൽ വന്ന ഓരോ ആൾക്കാരുടെയും കുടുംബാംഗങ്ങൾ ഏറ്റവും നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അതും ആര്യൻ്റെ അമ്മ വന്നപ്പോൾ എൻ്റെ ഡോട്ടേഴ്സ്, എൻ്റെ പെൺമക്കളായി ഞാനിവരെ ദത്തെടുത്തിരിക്കുന്നു, ഇനി അമ്മയില്ല അല്ലെങ്കിൽ ഫാമിലി ഇല്ല എന്ന് പറയരുത് എന്ന് ഏറ്റവും നന്നായി അവരോട് ട്രീറ്റ് ചെയ്ത ആര്യൻ്റെ അമ്മ അടക്കം അവിടെയുണ്ട്. പക്ഷേ ആ ആര്യനെയാണ് ഇവർ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന, ഏറ്റവും ഡബിൾ മീനിങ് കോമഡികൾ പറയുന്നത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിലെ ഈ ഫാമിലി വീക്കിൽ വന്ന ചില ഫാമിലികൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഏത് ഫാമിലിയാണ് അവർ അക്സെപ്റ്റ് ചെയ്യാതെ പോയിട്ടുള്ളത്? ഒരാളെ പറയൂ, ഒരു ഫാമിലിയെ പറയൂ, ആദില നൂറമാരെ ഞങ്ങളും വീട്ടിൽ കയറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റില്ല മക്കളെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരാളെ പറയും. ആര്യൻ്റെ അമ്മ നിങ്ങളെ ഞാൻ ദത്തെടുത്തു എന്ന് പറഞ്ഞതിന് ശേഷവും ആര്യനെ ഏറ്റവും മോശം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ അസാസിനേഷനാണ് അത് ചെയ്യുന്ന അനുമോൾക്കൊപ്പം നിൽക്കുന്ന ആദില നൂറമാരെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ആര്യൻ തന്നെ വേണ്ടാത്ത രീതിയിൽ നോക്കി ആക്ഷൻ കാണിച്ചു എന്നൊക്കെ ആരോപിക്കുന്ന നൂറയും ആദിലയും നമ്മൾ കാണുകയാണ്. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഈ വന്ന ഒരു ഫാമിലിക്കും, മറ്റ് പ്ലെയേഴ്സിൻ്റെ ആരുടെയും ഒരു ഫാമിലിക്കും ആദില നൂറമാരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളെ ഞങ്ങൾ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, നിങ്ങളും വീട്ടിലേക്ക് വരണം, നിങ്ങൾ ഞങ്ങളുടെ മക്കളെ പോലെയല്ലേ അല്ലെങ്കിൽ ഞങ്ങളുടെ അനിയത്തി കുട്ടികളെ പോലെയല്ലേ എന്ന് വന്ന് പറയേണ്ട ഒരാവശ്യവും ഒരു ഫാമിലിക്കും ഇല്ല. അവർക്ക് അവരുടെ ഫാമിലി മെമ്പറിൻ്റെ ഗെയിം സ്ട്രാറ്റജിയും കാണിക്കുക, എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പോയാൽ മതി. പക്ഷേ അവരെല്ലാവരും ഇവിടെ എഫേർട്ട് ഇട്ടത്, ഇവിടെ ഇമോഷൻസ് ഉള്ളതുകൊണ്ടാണ്, സ്നേഹമുള്ളതുകൊണ്ടാണ്. പക്ഷേ ആ സ്നേഹത്തിന് അവർ തിരിച്ചു കൊടുത്ത മറുപടി വന്ന ചില ഫാമിലീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. ഞാൻ ദത്തെടുത്ത അമ്മയുടെ മോനെക്കുറിച്ച് ഏറ്റവും മോശം കാര്യങ്ങൾ പറയുന്നതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൂടെ നിന്ന് കൊടുക്കുകയാണ്. ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് വുമൺ കാർഡ് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന 3 പേരും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം നന്നായി കളിക്കുന്ന, ഗെയിം സ്പിരിറ്റ് കളിക്കുന്ന പെൺകുട്ടികളെല്ലാം പോയി. ഇനിയിപ്പോൾ ബാക്കിയുള്ള 3 പേരെന്ന് പറയുന്നത് വുമൺ കാർഡ് പൊക്കി പിടിച്ച് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അനുമോളാണെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ അനുമോളെ ഓവർടേക്ക് ചെയ്യാൻ വരെ ശ്രമിച്ചുകൊണ്ട് ആദിലയും നൂറയും ഇതേ വുമൺ കാർഡ് ഇറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിലെ നൂറെ അടുക്കളയിൽ കയറുന്നു, ഓരോരോ സാധനങ്ങളൊക്കെ എടുക്കുന്നു, അത് ചോദ്യം ചെയ്യാൻ വേണ്ടി, അത് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ വേണ്ടി ആണുങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ദേഹത്ത് തൊടരുത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരെ എല്ലാ ആണുങ്ങളുടെ ദേഹത്തൊക്കെ തൊടും. ആ കാറിനകത്ത് കയറിയിരിക്കുന്ന ടാസ്കിൽ അനീഷ് പറഞ്ഞു എൻ്റെ ശരീരത്ത് കൈ വെക്കരുത്, പക്ഷേ നൂറയ്ക്ക് പറ്റില്ല, ഞാൻ വെച്ചിരിക്കും, അത് എൻ്റെ കംഫർട്ടിന് ഞാനിങ്ങനെ വെച്ചിരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് അനീഷ് എങ്ങാനും അത് തിരിച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, തിരിച്ച് തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അതൊരു വുമൺ കാർഡായിട്ട് ഇറക്കി അനീഷിനെതിരെ ദേഹത്ത് തൊട്ടു എന്ന് പറയുന്ന ആരോപണങ്ങളുമായിട്ട് ഇവർ വരും. ചിലപ്പോൾ അന്നേരം പറയില്ല, കുറച്ച് കഴിഞ്ഞ് മാറിയിരുന്ന് പറയും അനീഷേട്ടൻ അങ്ങനെ തൊട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ആദിലയാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ആൾ. ധൈര്യം ഉണ്ടെങ്കിൽ തുടരാ, അങ്ങനെയൊന്നും തുടരുതേ, അങ്ങനെ കളിക്കരുതേ എന്ന് പറയുന്നതിന് പകരം ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ടിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് ഈ കാർഡ് ഇറക്കാൻ എന്നുള്ള രീതിയിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ ഒപ്പമാണ് ഇവരിൽ നിന്ന് നമ്മൾ കാണുന്ന ഈ ടോക്സിസിറ്റിയുടെ പെരുന്നാളാണ് എന്ന് വേണം പറയാനായിട്ട്. ഞാൻ ഒരിക്കലും എൻ്റെ പാർട്ട്ണറെ ഒരാൾ ദേഹത്ത് തൊടാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ എന്നിട്ട് വേണമല്ലോ എനിക്ക് ബാക്കി അറ്റാക്ക് ചെയ്യാൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ചീപ്പായിട്ടുള്ള കാര്യമാണ്. അതിനേക്കാൾ ടോക്സിക് ആയിട്ടുള്ളൊരു സീൻ നടക്കുന്നത് ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ നൂറയുടെ വയറ് വിസിബിളായ സമയത്ത് അതിലേക്ക് നോക്കി നിന്ന ആര്യനുണ്ടായിരുന്നു. ആര്യനൊരു എക്സ്പ്രഷൻ കാണിച്ചു, നൂറ അത് വിലക്കിക്കൊണ്ട് മറിച്ചൊരു എക്സ്പ്രഷൻ കാണിച്ചു എന്നുള്ളത് അനുമോളും ആദിലയും നൂറയും കൂടി നിൽക്കുമ്പോൾ അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ നൂറ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ വീഡിയോ ക്ലിപ്പുകളോ തെളിവുകളോ ഒന്നും കിട്ടിയിട്ടില്ല. അത് നൂറയുടെ ഒരു ആരോപണം മാത്രമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ പോലും അതിലെ ഏറ്റവും വലിയ പ്രശ്നം ആദില അതിനോട് തിരിച്ച് ബിഹേവ് ചെയ്തതാണ്. അതിൽ ചോദിക്കുന്നത് നീ അത് എൻജോയ് ചെയ്യായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയൊക്കെ ബേബി എന്ന് വിളിച്ചു കഴിഞ്ഞാലും ഈ ഒരൊറ്റ ഡയലോഗിൽ ഇത്രയും മോശമായി നിങ്ങളോട് സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാൾ, അതൊരു പുരുഷനായിരുന്നു എന്ന് തന്നെ വിചാരിക്കും, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിക്കോട്ടെ, ആരെങ്കിലും ഒരാൾ നിങ്ങളോട് ഇങ്ങനെ ഒരു ഡയലോഗ് പറയുകയാണെങ്കിൽ ആ മൊമെൻറ്റിൽ ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്തേക്ക്. കാരണം നിങ്ങളെ നോക്കി ഒരാളൊരു മോശം എക്സ്പ്രഷൻ കാണിച്ചു, നിങ്ങളതിനെ വിലക്കി, മറ്റേ ആൾ പറയുന്നത് പോലെ പ്രതികരിച്ചില്ല എന്നുള്ളത് പോട്ടെ, നിങ്ങൾക്ക് പറയാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള വിലക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു എന്നാണെങ്കിൽ നിങ്ങളുടെ ഭാഗം അത് ക്ലിയറാണ്. അവിടെ വന്നിട്ട് നീ അതൊക്കെ എൻജോയ് ചെയ്യായിരുന്നല്ലേ, നിന്നെ നോക്കിയത് എൻജോയ് ചെയ്യായിരുന്നു, നിന്നെ തൊട്ടത് എൻജോയ് ചെയ്യായിരുന്നു. ഒരു വിക്ടിം ഷെയ്മിങ്ങോ /ഷെയ്മിങ്ങോ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ട് അതിനകത്ത്. അത്രയും മോശമായി
നിങ്ങളുടെ ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുന്ന പോലൊരു ഡയലോഗും മുഖത്ത് നോക്കി പറയാൻ ഒരു ഉളുപ്പും ഇല്ലാത്ത, ഒരു മനസാക്ഷി കുത്തുമില്ലാത്തൊരു പാർട്ട്ണർ എന്ന് പറയുന്നത് ദ മോസ്റ്റ് ടോക്സിസിസ്റ്റിക് അല്ലെങ്കിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. ഈ ചോദ്യം നമ്മൾ കേൾക്കുന്ന മറ്റൊരു സെനാരിയോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വൃത്തികേട് കുറച്ചും കൂടി മനസ്സിലാവും. റേപ്പിനിരയായ ഒരു പെൺകുട്ടി, അവൾ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ വക്കീലന്മാർ വളരെ മോശം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടി താൻ റേപ്പിനിരയായി എന്ന് പറയുമ്പോൾ അതങ്ങ് റേപ്പൊന്നുമല്ലല്ലോ, ആ സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നില്ലേ എന്ന് തിരിച്ചു ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? പോട്ടെ, 6 വർഷമായി 8 വർഷമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള പരാതിയൊക്കെ കൊടുക്കുന്ന ഒരു പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സിൽ ആളുകൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അത് എൻജോയ് ചെയ്യാവുന്ന അത്രയും എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ അവൾ പരാതിയുമായി വന്നിരിക്കുന്നു എന്നാണ്. ആ പറഞ്ഞത് തന്നെയാണ് ആദില ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അനുമോൾ കാണിക്കുന്ന വൃത്തികേടുകൾ ഇവർ പ്രത്യേകമായി ചൂണ്ടിക്കാട്ടാറുണ്ട്. അതും ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു സംഭവമാണ്. അനുമോൾക്കെതിരെ എല്ലാവരും തിരിയുന്ന ഘട്ടങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ തങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളെ അനുമോൾ ചോദ്യം ചെയ്യുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് അനുമോളെ കുറച്ചെങ്കിലും തിരുത്താൻ വേണ്ടി, അപ്പോഴും വഴക്ക് പറയുകയോ വഴക്കിട്ട് പോവുകയോ നിന്നെ ഒന്നായിട്ട് ഇനി ഒരു ബന്ധമില്ലടി എന്ന് പറഞ്ഞ് പോകുന്ന പരിപാടിയൊന്നും നമ്മൾ കാണില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് തിരുത്താൻ നോക്കും. വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം വരുമ്പോൾ ജെൻഡർ വെച്ചിട്ടല്ല ഒരാളുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ അനുമോളെ അവർ തിരുത്താൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പോലും ഒരു വലിയ വിഭാഗത്തിൻ്റെ എതിർപ്പ് അനുമോൾക്കെതിരെ ഉണ്ട് എന്നുള്ളത് അവർ ഉറപ്പാക്കും. ഇപ്പോൾ ഒരാൾ അനുമോളോട് വഴക്കിട്ട് കഴിഞ്ഞാൽ അനുമോൾക്ക് വേണ്ടി ചിലപ്പോൾ അവർ മുന്നിൽ കയറി ഒന്ന് ഫൈറ്റ് ചെയ്യും. പക്ഷേ 2-3 ആളുകൾ അനുമോൾ പറഞ്ഞത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ബാക്കിയുള്ളവരൊക്കെ അത് മനസ്സിലാക്കി നിശബ്ദരായിരിക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളവരുടെ കൂട്ടം കൂടി അനുമോളെ കുറ്റം പറയും. ലാലേട്ടൻ വന്നതിന് ശേഷം അനുമോളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, അനുമോൾ കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ റോസ്റ്റ് ചെയ്യുക, ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോഴും അവർ നല്ല കുട്ടികളായി മാറുകയും ഞങ്ങൾ ഇവളോട് പറഞ്ഞാണ് ലാലേട്ട അനുമോളെ ഇത് ഭയങ്കര മിസ്റ്റേക്കാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യും. ഇനി ഇതൊന്നും അല്ലാത്ത മറ്റൊരു വലിയ മാർഗ്ഗമുണ്ട്. അതാണ് അവർ ഈ ബിഗ് ബോസ് ഹൗസിൽ എടുക്കുന്ന ഏറ്റവും വലിയ സ്ട്രാറ്റജി. ബിഗ് ബോസ് ഹൗസിൽ പകൽ സമയത്ത് നിങ്ങൾ 2 പേരും മാറിയിരുന്ന് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് സംസാരിച്ചാൽ അത് പുറത്തേക്ക് പോകുന്ന ഒരു ഉറപ്പുമില്ല. കാരണം പലയിടത്തും പല പല ആക്ടിവിറ്റികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ പോലെ തോന്നും. വളരെ വലിയൊരു ഏരിയ ആണിത്. അപ്പോൾ അവിടെ പലയിടത്തും പല ആളുകൾ സംസാരിക്കുന്നുണ്ടാവും. നിങ്ങൾ വളരെ സീരിയസ് ആയി ക്യാമറയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ചില കാര്യം അപ്പുറത്തൊരു വഴക്ക് നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ആരും അറിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് ഇവർ ഈ ബേബിമാരുടെ സംസാരം നടക്കുന്നത് എല്ലാ ദിവസവും രാത്രി ബാക്കിയുള്ളവർ ഉറങ്ങിയതിന് ശേഷമാണ്. കാരണം ഉറങ്ങിക്കിടക്കുന്നവരുടെ മുഖത്ത് ക്യാമറ വെച്ചുകൊണ്ടിരുന്നിട്ട് ബിഗ് ബോസിന് കണ്ടന്റ് ഒന്നുമില്ല. 24 hours ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇത് എത്തും എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് ഇവർ രാത്രിയാണ് മാറിയിരുന്ന് വർത്താനം പറയാം. ആ വർത്താനം പറച്ചിൽ നമ്മളൊക്കെ ഇങ്ങനെയല്ലേ ബേബി, നമുക്ക് ഇത് ചെയ്യണം ബേബി, എനിക്കിത് വാശിയാണ് ബേബി, നമ്മൾ അങ്ങനെയാണ് ബേബി എന്ന് പറയുന്ന വർത്താനങ്ങളൊക്കെ ഇവർ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇതിൻ്റെ കൂടെയാണ് ഓൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എനിക്കിഷ്ടപ്പെട്ടില്ല, ഓൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അനുമോൾ ഇങ്ങനെ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ ഇവർ ആ സമയത്തിരുന്ന് പറയും. അനുമോളെ തിരുത്തില്ല. അല്ലെങ്കിൽ അനുമോൾ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ അനുമോളുമായി ചേർന്ന് ഇവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അനുമോൾ എണീറ്റ് പോകലും അനുമോളുടെ കുറ്റം പറയുന്നതും ഒരുമിച്ചായിരിക്കും. ഷാനവാസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ, അനുമോളെക്കുറിച്ചും ഷാനവാസിനെക്കുറിച്ചും ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത് അക്ബറോ ആര്യനോ നെവിനോ ഒന്നുമല്ല, ആദിലയും നൂറയുമാണ്. അവർ മാറിയിരുന്ന് രാത്രി കാലങ്ങളിൽ സംസാരിക്കുന്ന സമയത്ത് ഷാനവാസിൻ്റെ ഓരോ കുറ്റങ്ങളും എണ്ണി പറഞ്ഞിട്ടുണ്ട്. അയാളൊരു മെയിൽ ഷോവനിസ്റ്റാണ് എന്ന് ഏറ്റവും കൂടുതൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത് ആദിലയും നൂറയുമാണ്. അതായത് അവർക്കൊപ്പം നിന്ന് അവർ അറ്റാക്ക് ചെയ്യുന്ന ആളുകളെ ഞങ്ങളും ടാർഗറ്റ് ചെയ്യുന്നു എന്ന് കാണിച്ച് PR ഏജൻസികളുടെ ഒക്കെ കയ്യിൽ നിന്ന് പരമാവധി വോട്ട് നേടിയെടുക്കുക എന്നുള്ള കാര്യം ചെയ്തതിന് ശേഷം അവരുടെ ഇമേജ് ഏറ്റവും മോശമാവുന്ന കോൺവെർസേഷൻസ് എല്ലാവരും കേൾക്കുമെന്ന് ഉറപ്പുള്ള സ്പേസിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് ആദിലയും നൂറയും മുടങ്ങാതെ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. ദാറ്റ്സ് എ ഡേർട്ടി സ്ട്രാറ്റജി എന്നേ ഞാൻ പറയുള്ളൂ. ഇനി അതല്ല, അതൊരു ഡേർട്ടി സ്ട്രാറ്റജി അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അനുമോളുടെയും ഷാനവാസിൻ്റെയും ടോട്ടൽ ഒരു PR തുക എത്രയാണോ അതിൻ്റെ ഇവരുടെ ഒരു ഷെയർ അതൊരു 2-1 മാറ്റിയതിന് ശേഷം ഇവരുടെ ഷെയർ ആയിട്ട് ബാക്കി പൈസ ഇവർ അവർക്ക് കൊടുക്കേണ്ടതാണ്. കാരണം ഷാനവാസിൻ്റെ PR എന്ത് പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ആദിലയും നൂറ ഇല്ലാത്തൊരു കണ്ടൻറ് ഇല്ല. അനുമോളുടെ എന്ത് പ്രൊമോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആദിലയും നൂറ ഇല്ലാത്തൊരു കണ്ടൻറ് ഇല്ല. സ്വാഭാവികമായി ഇവരൊരു ഫ്രെയിമിനെയാണല്ലോ വെളുപ്പിക്കുന്നത്. അനുമോളെ മാത്രം പിക്ക് ചെയ്തെടുത്തിട്ടല്ല, ആ ഫ്രെയിം മൊത്തത്തിൽ അങ്ങ് വെളുപ്പിച്ചെടുക്കുമ്പോൾ ആദിലയും നൂറയും കൂടി അങ്ങ് വെളുത്തു. ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദിലയും നൂറയും ടാർഗറ്റ് ചെയ്യുന്നത് നെവിനെയും അക്ബറിനെയും ഒക്കെയാണ്. നെവിനെ അവർ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കിയൊരു സംഭവമുണ്ട്. ആ സംഭവം നടന്ന സമയത്ത് അനുമോൾ മാറിയിരുന്ന് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഇടാനുള്ളൊരു ശ്രമമൊക്കെ നടത്തി. അവൻ പോയതിന് എൻ്റെ കുറ്റമാണെന്ന് ആരെങ്കിലുമൊക്കെ പറയുമോ എന്നുള്ളത്. പക്ഷേ അത് ആദിലയും നൂറയും വളരെ ബുദ്ധിപരമായി ഹൈജാക്ക് ചെയ്തതാണ്. അനുമോളും നെവിനും തമ്മിലുള്ള ഇഷ്യൂ ആണ്. അത് മൂപ്പിച്ച് പെരുപ്പിച്ച് നെവിനെ പറഞ്ഞ് പുറത്താക്കി എടുക്കുന്നത് ആദിലയും നൂറയുമാണ്. അതിന് അവരൊരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്ര ഇമോഷണലായി പെരുമാറുന്നതിന്. ആ കാരണം ഒരു പെരുപ്പിച്ച് കാണിക്കൽ മാത്രമായിരുന്നു എന്നുള്ളതും അവർ പറയുന്ന അത്രയും കാര്യങ്ങളൊന്നും നെവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതും പിന്നീട് കാലം തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ
അന്നത്തെ ആ പെർഫോമൻസ് നൂറയുടെ ആണെങ്കിലും ആദിലയുടെ ആണെങ്കിലും ഒരുമിച്ചുള്ള ആ ഒരു ബുള്ളിയിങ് ലെവലിലുള്ള പെർഫോമൻസ് പിന്നീട് റെനയ്ക്ക് നേരെയും അതിനുശേഷം ഇപ്പോൾ കിച്ചണിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഷാനവാസ് ആശുപത്രിയിലാണ് എന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ അവസാനം വരെ ഉള്ളത്. ഇനിയിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ്സ് വരുമ്പോൾ എന്താണ് അതിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഷാനവാസിനെ ലാലേട്ടൻ വളരെയധികം റോസ്റ്റ് ചെയ്തൊരു സമയമുണ്ട്. ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള വീക്കെൻഡ് എപ്പിസോഡാണ്. ആ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറയുന്നതൊക്കെ കേട്ട് ഷാനവാസ് അപ്സെറ്റ് ആവുന്നതും അതിനുശേഷം അയാൾ വീക്കാവുന്നതും പിറ്റേ ദിവസമൊക്കെയുള്ള ഷാനവാസിൻ്റെ ബോഡി ലാംഗ്വേജിൽ അത് വളരെ വിസിബിളായിരുന്നു. ആ മനുഷ്യൻ മെൻ്റലിയും ഫിസിക്കലിയും ഡൗൺ ആയിട്ടുണ്ടാവും. ഈ മനസ്സും ശരീരമൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഒരുപാട് മനസ്സിന് സ്ട്രെസ്സ് കൊടുക്കുന്ന സമയത്ത് അയാൾ ഓൾറെഡി ഫിസിക്കലി വീക്കായിട്ടുള്ള ഒരാൾ ഇതും കൂടി വരുമ്പോൾ അയാൾ ഒത്തിരി വീക്കാവും. അയാൾ വീക്കാണെന്നുള്ളതും മരുന്ന് കഴിക്കുന്ന ആളാണെന്നുള്ള സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ആദിലയും നൂറയും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ വന്നു പോയതിന് ശേഷമുള്ള ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുന്നത് ഷാനവാസിനെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് ആക്കിയിട്ടുള്ളത് ആദിലയും നൂറയും തന്നെയാണ്. അയാൾ പ്രത്യേകിച്ച് ഒരു പ്രശ്നത്തിനും പോകാതെ അടുക്കളയിൽ വെറുതെ ഇളക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവിടെ പോയി മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന് പറയുന്ന ഡയലോഗ് പറഞ്ഞ് അയാളെ ഒരുപാട് എക്സേർട്ട് ചെയ്യിപ്പിച്ച, അയാളുടെ എനർജി ഒരുപാട് വേസ്റ്റ് ചെയ്യിപ്പിച്ച, അത് ഗെയിം സ്ട്രാറ്റജി ആണെന്ന് പറയുമ്പോൾ പോലും ഇത്രയും വീക്കായിട്ടുള്ള ഒരാൾ എന്ന് പറയുന്ന കൺസിഡറേഷൻ ഇക്കയോട് അവർക്കുണ്ടെങ്കിൽ അവർ ആ സമയത്ത് വീക്കായി നിൽക്കുന്ന ആ മനുഷ്യനോട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നമുക്കിതൊക്കെ ശരിയാക്കാം, പിന്നെ ഈ പറയുന്ന മെയിൽ ഷോവനിസ്റ്റൊക്കെ അല്ല നമുക്ക് റെഡിയാക്കാന്നേ എന്ന് പറയുന്ന ആ ഒരു ആശ്വാസം കൊടുക്കുന്നതിന് പകരം അയാളെ വീണ്ടും ട്രിഗർ ചെയ്യാണ് അവർ ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ അയാൾ ഈ ശാരീരികാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വലിയ ആണി അടിച്ചിട്ടുള്ളത് ആദിലയും നൂറയുമാണെന്ന് നമുക്ക് അങ്ങനെ തോന്നിയാലും തെറ്റില്ല. അതിനുശേഷം ഷാനവാസ് വീണ് കഴിഞ്ഞിട്ട് പിന്നീട് സംഭവിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അങ്ങനെ ഒരാൾ വീക്കായി വീഴുമ്പോൾ അത് നിങ്ങളുടെ ശത്രുവോ മിത്രമോ എന്തോ ആയിക്കോട്ടെ, അയാൾക്ക് ആദ്യം വേണ്ടത് പ്രോപ്പർ കെയർ ആണ്. അത് കൊടുക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഇവരെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ഇദ്ദേഹത്തിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നത്. പക്ഷേ അവിടെയും അയാളുടെ ട്രീറ്റ്മെൻറ്റ് വൈകിപ്പിക്കുന്ന പോലെ അയാളെ എടുത്തു പൊക്കാൻ വേണ്ടി വരുന്ന അക്ബറിനെയും ആര്യനെയും തടഞ്ഞുകൊണ്ട് അവരോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇവർ ഈ സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഷാനവാസിനെ കൺഫെഷൻ റൂമിലാക്കിയതിന് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു വലിയ പെർഫോമൻസ് തന്നെ ഉണ്ടായിരുന്നു. നീയൊക്കെ കൊല്ലുവോടാ, വിഷം കൊന്നിട്ട് പോലും കൊല്ലുവോടാന്നൊക്കെ ചോദിച്ചിട്ട്, അയാൾ മരിച്ചിട്ടൊന്നും ഇല്ല, കൊല്ലുവോടാ ചാകുവോടാ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അയാൾ തിരിച്ചു വരട്ടെ, അയാളുടെ ആരോഗ്യം നന്നാവട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം, വിശ്വാസം ഇല്ലെങ്കിൽ കുറച്ച് സങ്കടത്തോടെ ഇരിക്കാം. പക്ഷെ അവിടെയും അക്ബറിനെയും ആര്യനെയും നെവിനെയും ഒക്കെ കുറ്റക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ട് പിന്നീടുള്ള അവരുടെ കോൺവെർസേഷൻസിലും നമുക്കത് കാണാൻ പറ്റും. നീയൊക്കെ കാരണമാണ്, നിങ്ങൾ കാരണമാണ് എന്ന് പറയുന്ന ഇമേജ് അവിടെ ബിൽഡ് ചെയ്ത് വെക്കുകയാണ് ആദിലയും നൂറയും ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് ഇവരുടെ ഡബിൾ മീനിങ് സംഭവങ്ങളൊക്കെ ആര്യനോട് സംസാരിക്കുന്നത്, മറ്റേ പാല് വേണോ ആര്യ എന്ന് പറയുന്ന പോലത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇവിടെ അവർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പായി മാറുന്നത് PR-നെയും പ്രേക്ഷകരെയും പറ്റിക്കാൻ എളുപ്പമാണ് എന്നുള്ളൊരു ഫാക്ടറാണ്. കാരണം അനുമോൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ അനുമോളുടെ കൂടെ നിൽക്കുന്ന നല്ല കുട്ടികൾ എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടാവും. എന്നാൽ അതേസമയം ഇവരുൾപ്പെടെയുള്ള ആളുകൾ അനുമോളുടെ തെറ്റായിട്ടുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അനുമോൾ ഒരു തെറ്റുകാരിയെ അവിടെ നിൽക്കുകയും ഇവരതിൻ്റെ പുറകിൽ ഷാഡോ ആയിട്ട് നിൽക്കുകയും ചെയ്യും. നിങ്ങൾ ഫിസിക്കലി ഇൻവോൾവ് ആവേണ്ട ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ടാസ്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ നൂറ് ബഹളത്തിനൊന്നും പോകില്ല, ആരോടും കൗണ്ടറും പറയില്ല, മാറി ഇന്ന് വളരെ സൈലൻ്റ് ആയിട്ട് ആ ടാസ്കിൽ ഫുൾ ഫോക്കസ് ചെയ്ത് നിൽക്കും. അതിലെയാണ് ബാക്കിയുള്ളവരെ പ്രകോപിപ്പിക്കുക, ചിരിപ്പിക്കുക, ദേഷ്യം കാണിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇവരാരും അക്ബറും നെവിനും ഒക്കെ അവരുടെ ടാസ്ക് കഴിഞ്ഞാലും ആര്യനെ വരെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരൊരു ഗ്രൂപ്പാണെന്നാണല്ലോ പറയുന്നത്, എന്നാൽ ആര്യനെ വരെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരിക്കൽ പോലും താൻ ആ ടാസ്കിൽ നിന്ന് പുറത്തായതിനു ശേഷം ബാക്കിയുള്ളവരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ നൂറയെ ടാർഗറ്റ് ചെയ്യുകയേ ചെയ്യുന്നു. നൂറയുടെ ആ ഒരു ടൈം പീരീഡിനെ ആര്യൻ ക്രോസ് ചെയ്യുന്നൊരു ഘട്ടം വന്നപ്പോൾ ഒരു ഗെയിമിനിടയിൽ ആര്യൻ്റെ സമയം വൈകിപ്പിക്കാൻ ശ്രമിക്കുന്ന ആദിലയും നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ വളരെ സൈലൻ്റായി നിന്നുകൊണ്ട് ഷാഡോ ആയിട്ട് പയ്യെ ഇവരുടെ സ്ട്രാറ്റജി ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ആരെങ്കിലും ഒരാൾ ഫൈനൽ വരെ പോവുക, മറ്റേ ആൾ പണപ്പെട്ടിയുമായിട്ട് ഇറങ്ങുക, ഇത് മാത്രമേ അവരുടെ സ്ട്രാറ്റജി ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. അത് ബിഗ് ബോസ് ഒന്ന് ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, പണപ്പെട്ടിയുമായിട്ട് ഒരാൾ മുങ്ങിയും മറ്റേ ആൾ പോകുന്ന അത്രയും പോകാമെന്ന് പറയുന്നതാണ് അവരുടെ സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കി പെരുമാറിയിരുന്നെങ്കിൽ എന്ന് നമുക്കൊരാഗ്രഹം തോന്നിപ്പോവാണ്. അപ്പോൾ ആ സ്ട്രാറ്റജി വിജയിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരെയും രണ്ട് സെപ്പറേറ്റ് പ്ലെയർ ആക്കിയതിന് ശേഷവും അവർ ഗ്രൂപ്പായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒത്തിരി ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് കാണാൻ പറ്റും. ഫുഡ് എല്ലാവർക്കും ഒരുപോലെയാണ്, അത് കൃത്യമായി വിളമ്പണം എന്നൊക്കെ പറഞ്ഞ് അനുമോൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുള്ള, അനുമോളുടെ കുറ്റം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഇതേ നൂറ് തന്നെയാണ് അനുമോൾക്കൊപ്പം നിന്ന് ബാക്കിയുള്ളവർ കിച്ചൺ ടീമായ സമയത്ത് കട്ടുകുടിക്കുകയും കട്ട് തിന്നുകയും ഒക്കെ ചെയ്യുന്നത്. ആദിലയോട് പോയി എല്ലാവർക്കും ഉള്ള നാരങ്ങ എടുത്ത് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോവാ എന്ന് ഒരു അധികാര ഭാവത്തിൽ പറയുന്നത് എല്ലാവർക്കും ഫുഡ് ഒരുപോലെ കിട്ടണമെന്ന് വാദിച്ച് ഇതേ നൂറയാണ്. ശരിക്കും എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, അത് ശൈത്യയെ കട്ടപ്പ എന്ന് വിളിച്ച് ഇപ്പോഴും അവരുടെ കമൻറ്റ് ബോക്സിലേക്കൊക്കെ ഓടി ചെല്ലുന്ന ഒരുപാട് ഫാൻസുകാരുണ്ട്. ശൈത്യ ഇനി അങ്ങനെ വിളിക്കല്ലേ,
കാരണം ശൈത്യയെ നിങ്ങൾ കട്ടപ്പാന്ന് വിളിച്ചാൽ കട്ടപ്പയ്ക്ക് സങ്കടമാവും. ഡ്യൂട്ടി ചെയ്യാതിരുന്ന അനുമോളെ എല്ലാവരും കേൾക്കെ ക്യാമറയൊക്കെ കാണുക തന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ആദിലയും നൂറയുമാണ് ഞാൻ ഡ്യൂട്ടി ചെയ്യൂല, എനിക്ക് തോന്നിയാൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത്. അവിടെ ആദിലയും നൂറയും പരസ്പരം പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുന്ന ഒന്നും നമ്മൾ കാണൂല. അനുമോൾ ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനുമോളെ തിരുത്താൻ അവർ പോകും. ആര്യൻ്റെ ഡബിൾ മീനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അനുമോൾ മാറുന്നത് വരെ ആര്യൻ്റെ ഡബിൾ മീനിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അനുമോൾ മാറിക്കഴിഞ്ഞപ്പോൾ അവള് ആര്യനോട് ഡബിൾ മീനിങ് പറഞ്ഞതുപോലെ ആര്യനും ഡബിൾ മീനിങ് പറഞ്ഞപ്പോൾ എന്നാക്കി. ഇപ്പോൾ അക്ബറിനെതിരെ അവർ ഭയങ്കര അറ്റാക്കൊക്കെ നടത്തുന്നുണ്ട്. അക്ബറിൻ്റെ ഇമേജ് ഭയങ്കരമായി താഴെ പോയ ഒരു സമയം എന്ന് പറയുന്നത് രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതാണ്. പക്ഷേ ആ സമയത്ത് അക്ബറിനെ ഏറ്റവും കുറ്റക്കാരായി ചൂണ്ടിക്കാണിച്ച ആദിലയും നൂറയുമാണ് അക്ബറിനെ കക്കൂസ് എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത്. ഈ കക്കൂസും സെപ്റ്റി ടാങ്കും തമ്മിൽ ഒരു പൈപ്പിൻ്റെ ദൂരമാണ് ഉള്ളത്. തന്നെയല്ല, ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് കക്കൂസാണ്. അത് കഴിഞ്ഞിട്ടാണല്ലോ സെപ്റ്റി ടാങ്കിലേക്ക് പോകുന്നത്. അപ്പം ഇവരിവിടെ എടുക്കുന്ന ഒരു ഡബിൾ സ്റ്റാൻഡുണ്ട്, ഇവരിവിടെ ചെയ്യുന്ന ഒരു ഒറ്റ കൊടുക്കലുണ്ട്. അതായത് കൂടെ ഇരിക്കുമ്പോൾ ഫുൾ സപ്പോർട്ട്, മാറിയിരിക്കുമ്പോൾ ഒറ്റ കൊടുക്കുക. ഇതാണ് അനുമോളോടും ഷാനവാസിനോടും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ വ്യക്തി ജീവിതത്തെ വരെ വളരെ മോശമായി ബാധിക്കത്തക്ക രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. തങ്ങളുടെ കമ്മ്യൂണിറ്റിയെ ഒരു പരിചയം പോലെ ഉപയോഗിക്കുന്നു. വുമൺ കാർഡ്, പെൺകുട്ടികളാണ് എന്നുള്ളത് ഒരു വെപ്പണായിട്ടും അതേപോലെ ഒരു പ്രൊട്ടക്ഷൻ കവചമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അറിഞ്ഞുകൊണ്ട് തന്നെ ഉപയോഗിക്കുക എന്ന് പറയുന്ന വളരെ മോശം ഗെയിം സ്ട്രാറ്റജിയാണ് ആദിലയുടെയും നൂറയുടെയും ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഗെയിം പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കാനാണെങ്കിൽ ഇവരുടെ അടുത്ത് നമുക്ക് അങ്ങനെ ഗെയിമൊന്നും കാണാനില്ല. ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഒളിഞ്ഞു നിന്ന് ബാക്കിയുള്ളവർക്കൊക്കെ പണി കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഫൈനൽ വരെ പോവുക, പരമാവധി പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. അത് മാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ. അതാവുമ്പോഴും കുഴപ്പമില്ല, നിങ്ങൾ ബാക്കിയുള്ളവരുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കാതിരിക്കുകയോ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്യാത്തിടത്തോളം. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും കാണുന്നു എന്നുള്ളതുകൊണ്ട് നമുക്കിത് കോൾ ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. ഈ ഒരു പെർസ്പെക്റ്റീവിൽ കൂടി നിങ്ങൾ ഗെയിം കാണണം എന്ന് ആവശ്യപ്പെട്ടേ പറ്റുള്ളൂ. എന്തായാലും ഇവരിൽ ഒരാൾ, ഇപ്പം നൂറ ടിക്കറ്റ് ടു ഫിനാലെ നേടി എന്നുള്ളതാണ് ഇതുവരെയുള്ള പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത്. ബാക്കി ഇനി ലാലേട്ടൻ വന്നത് പ്രഖ്യാപിക്കട്ടെ, അതുവരെ അതങ്ങനെ തന്നെ തുടരട്ടെ. എന്തായാലും ഒരാൾ അങ്ങനെ സേഫ് ആകാൻ പോകുന്നു, മറ്റേ ആളും ഇപ്പോൾ ഫൈനൽ എപ്പിസോഡ്സിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവരുടെ സ്ട്രാറ്റജി മനസ്സിലായിട്ടുള്ളത് കൊണ്ട് നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല. എന്നാൽ പോലും അടുത്ത തവണ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ബിഗ് ബോസിൽ കണ്ടസ്റ്റൻസായി പോകുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപദേശം കൊടുക്കുക. സ്വന്തമായി PR ഒന്നും ആരെയും ഏൽപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ PR ഏജൻസികൾ എല്ലാവരെയും അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അക്കൂട്ടത്തിൽ ഏറ്റവും ഹൈ PR കൊടുക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കി വെക്കുക. അവരുടെ ഒപ്പം നിന്ന് കളിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒറ്റി കൊടുക്കുക. കാരണം ഈ PR ഏജൻസികളെല്ലാം മറ്റുള്ള ഗെയിമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന തിരക്കിലായിരിക്കും. PR ഏജൻസികളെ അങ്ങനെ വേറെ ആരും ടാർഗറ്റ് ചെയ്യില്ല. അപ്പോൾ ആ PR ഏജൻസികളെ ഏറ്റവും ഹൈ ടീം ഏതാണ്, അവരാരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ നോക്കി PRനെ ടാർഗറ്റ് ചെയ്ത് കളിച്ചാൽ നിങ്ങൾക്ക് ഫിനാലെ വരെ എത്താനുള്ള വകുപ്പുണ്ടാവും എന്നുള്ളതിനൊരു മാർഗ്ഗനിർദ്ദേശമായിട്ട് നമുക്ക് ആദില നൂറമാരുടെ ഗെയിമിനെ വിലയിരുത്താവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.